ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു കപ്പ് കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചോക്ലേറ്റ് കപ്പ് കേക്ക് ആണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഇതിന് ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട. നമുക്ക് മിക്സിയുടെ ജാർ ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കേക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ അലുമിനിയത്തിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിനുള്ളിൽ ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു മൂടി അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ചു വെച്ചിട്ട് ഇത് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അത് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് ഓട്സ് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടിച്ചതിന് ശേഷമുള്ള അളവാണ് പറയുന്നത്. 2 കപ്പ് 250 ml കപ്പിലാണ് മെഷർമെന്റ് എടുത്തിരിക്കുന്നത്. ഇനി 1/3 കപ്പ് കൊക്കോ പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കോഫി പൗഡർ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂണിന്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. 1/8 ടീസ്പൂൺ മാത്രം മതിയാവും ബേക്കിംഗ് സോഡ. ഇനി ഇത് ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം ഫ്ലോറിലെല്ലാവിടെയും ആയി കിട്ടണം. അതിനായിട്ട് നമുക്ക് 3-4 പ്രാവശ്യം അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. അതിലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പം എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. അരിച്ചെടുക്കുന്നതിന് പകരം ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. അപ്പം അത് ഇട്ട് കൊടുത്ത് ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് അടിച്ചെടുത്താൽ മതി. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാർ എടുക്കുമ്പോഴും ഒട്ടും വെള്ളം നനവില്ലാതെ നന്നായിട്ട് തുടച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് 2 എഗ്ഗാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് ശർക്കര പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മധുരം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. മുട്ടയും ശർക്കരയും കൂടിയിട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കണം. 1 മിനിറ്റിന്റെ അടുത്തൊക്കെ ഏകദേശം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്തിട്ടാണ് മുട്ട അടിച്ചെടുത്തിരിക്കുന്നത്. മുട്ടയൊക്കെ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള നോക്കിയിട്ട് എടുക്കുക. ഇതിലേക്ക് 3/4 കപ്പ് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 50 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇനി അധികം സമയം അടിക്കേണ്ട ആവശ്യമില്ല. ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കരുത്. ഒരു 3-4 പ്രാവശ്യമായിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ ഇളക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നോക്കുക. അപ്പം ഞാൻ 3 പ്രാവശ്യമായിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാതും നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് ഈ ബാറ്ററിന്റെ ഒരു കൺസിസ്റ്റൻസി. ഇതുപോലെയാണ് വേണ്ടത്. നിങ്ങൾ ഇനി മിക്സ് ചെയ്ത് വരുമ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ബട്ടർ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ബാറ്റർ റെഡി ആയി കഴിഞ്ഞാൽ അധിക സമയം പുറത്ത് വയ്ക്കരുത്. നമുക്ക് വേഗം തന്നെ മൗൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. കപ്പ് കേക്കിന്റെ മോൾഡ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം 1 സ്പൂൺ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് മീതെ ചോക്കോ ചിപ്സ് അല്ലെങ്കിൽ ചോക്ലേറ്റിന്റെ പീസസ് ഇട്ട് കൊടുക്കാം.
വീണ്ടും ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ടോപ്പിലായിട്ട് കുറച്ച് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ കപ്പ് കേക്കിന്റെ മോൾഡിൽ 1/4 ഭാഗത്തോളം മാത്രമേ വരാനായിട്ട് പാടുള്ളൂ. അതിനേക്കാൾ കൂടരുത്. അപ്പം നമ്മൾ ബേക്ക് ചെയ്ത് കിട്ടുമ്പോൾ അല്ലെങ്കിൽ കപ്പ് കേക്കിന്റെ ഷേപ്പൊക്കെ മാറിപ്പോവും. നന്നായിട്ട് പൊന്തി വരുമല്ലോ കേക്ക്. അപ്പം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ആദ്യം കുറച്ച് ബാറ്റർ ഒഴിച്ചിട്ട് ഇതുപോലെ ചോക്ലേറ്റിന്റെ പീസസ് ഇട്ട് കൊടുക്കുക. വീണ്ടും ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ടോപ്പിലായിട്ടും കുറച്ച് ചോക്ലേറ്റ് പീസസ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. 3-4 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്തെടുത്താൽ മതി. എല്ലാത്തിലും ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഓട്സ് പൊടിച്ചെടുക്കുമ്പോൾ അധികം അങ്ങനെ ഫൈനായിട്ട് പൊടിച്ചെടുക്കണം എന്നൊന്നുമില്ല. ചെറിയൊരു തരിത്തെരിപ്പ് ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല. അതുപോലെ ബട്ടർ മിൽക്ക് റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മൾ ഒരു 1/2 കപ്പ് ഇളം ചൂടുള്ള പാലെടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ബട്ടർ മിൽക്ക് റെഡി ആയിട്ട് കിട്ടും. അതാണ് നമ്മൾ ഈ കേക്കിന്റെ ബാറ്ററിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ എല്ലാതും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന പാത്രം റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് കേക്ക് വെച്ചു കൊടുക്കാം. എല്ലാതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 25 to 30 മിനിറ്റിനുള്ളിൽ കേക്ക് ബേക്ക് ആയിട്ട് കിട്ടും. ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ഇനി ഓരോ സ്റ്റവിൻ്റെയും ഫ്ലെയിമിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലൊക്കെ വയ്ക്കുമ്പോഴും നല്ല കൂടുതലായിട്ട് ഫ്ലെയിം തോന്നുന്നുണ്ടെങ്കിൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിലായിട്ട് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഇതിവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്തു നോക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ ഹെൽത്തി ആയിട്ടുള്ള വേറെ കേക്കുകളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. കഴിക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക. ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇല്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.